നമസ്തേ, ജനക്ഷേമത്തിലേക്ക് സ്വാഗതം. കുതിച്ചുയരുന്ന മരുന്ന് വിലയിൽ നിന്ന് സാധാരണക്കാരെ രക്ഷിക്കുവാൻ കേന്ദ്ര സർക്കാർ തുടങ്ങിയ സംരംഭമാണ് പ്രധാനമന്ത്രി ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറുകൾ. മറ്റു മെഡിക്കൽ സ്റ്റോറുകളിൽ ലഭിക്കുന്ന അതേ മരുന്നുകൾ പകുതിയിലേറെ വിലക്കുറവിലാണ് രാജ്യത്തെ ജൻ ഔഷധി കേന്ദ്രങ്ങൾ വഴി ലഭ്യമാക്കി വരുന്നത്. ഇതേക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങളാണ് ഇത്തവണ ജനക്ഷേമത്തിൽ. ഞാനിങ്ങനെ പ്രധാനമന്ത്രിയുടെ ജൻ ഔഷധിയെക്കുറിച്ച് കേൾക്കുകയും ഇവിടെ വന്ന് ഞാൻ ആദ്യമായിട്ട് മെഡിസിൻ വാങ്ങിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനങ്ങ് ഞെട്ടിപ്പോയി. ബിക്കോസ് ഒരെണ്ണത്തിന് 11 രൂപ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഇവിടെ വന്ന് ഞാൻ 50 എണ്ണം വാങ്ങിച്ചപ്പോൾ എനിക്ക് ആകെ ചിലവായത് 45 രൂപയാണ്. 50 ഗുളികയ്ക്ക് 45 രൂപ. ശരിക്കും ഞാനങ്ങ് ഞെട്ടിപ്പോയി. വില വളരെ കുറഞ്ഞ, അതേസമയം ഗുണമേന്മയിൽ യാതൊരു തരത്തിൽ കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിലുള്ള നല്ല മരുന്നുകൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തിലാണ് ഈ 2008 ജൻ ഔഷധി എന്ന പ്രസ്ഥാനം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു വലിയ പ്രോജക്റ്റായിട്ട് കൊണ്ടുവരികയും അതിന്ന് ഇന്ത്യയിൽ ഉടനീളം വ്യാപിച്ച് വന്നിട്ടുണ്ട്. ഞാനിത് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ട് 2016 തുടങ്ങിയത്. പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന എന്ന സ്കീമിൻ്റെ കീഴിലാണ് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രങ്ങൾ വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് മാത്രമല്ല എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമാവുന്ന ഒരു പദ്ധതിയാണ്. എല്ലാ മരുന്നുകളും ഇത്രയും വില കുറച്ച് ജനറിക് മെഡിസിൻസ് ക്വാളിറ്റി, നമ്മുടെ എല്ലാ മരുന്നുകളും NABL ടെസ്റ്റഡ് ആണ്. സന്തോഷകരമായൊരവസ്ഥയാണ്. ഇപ്പം പ്രധാനമന്ത്രിയുടെ ജനൌഷധി മരുന്നുകൾ വ്യാപകമായ രീതിയിൽ രോഗികൾക്ക് വില കുറഞ്ഞ് ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭിക്കുന്നു എന്നുള്ളത്. ഇതിനകത്ത് ജനങ്ങളുടെ ഒരു ചെറിയ അഭ്യൂഹമുള്ളത് ഇതിന് എഫിക്കസി കുറവാണെന്നുള്ളത്. ഒരിക്കലുമല്ല. എല്ലാ ടെസ്റ്റുകളും പാസ്സായതിനു ശേഷമാണ് മരുന്ന് കമ്പനികൾ ഈ മരുന്ന് റിലീസ് ചെയ്യുന്നതെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ രോഗികൾക്കും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഡോക്ടർമാരോടും ഞാൻ സംവാദിക്കുമ്പോൾ ഈ ജനറിക് ഔഷധങ്ങളുടെ മേന്മയും അത് ഉപയോഗിക്കുന്നതുകൊണ്ട് രോഗികൾക്ക് ഗുണവും കിട്ടും എന്നുള്ള കാര്യം ഞാൻ ശക്തമായിട്ട് പറയാറുണ്ട്. ₹10 മരുന്ന് വെളിയിൽ 100 രൂപയ്ക്ക് വിൽക്കുന്ന മരുന്ന് നമുക്ക് 10 രൂപയാണെങ്കിൽ 10 ഇരട്ടിയാണ് ലാഭം. പല മരുന്നുകളും 90% കൂടുതൽ നമുക്ക് വില കുറച്ച് നമുക്ക് ഇവിടെ കിട്ടും. പല മരുന്നും 5 ഇരട്ടിയിൽ കൂടുതൽ വില കുറച്ച് ഇവിടെ കിട്ടും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് വന്നിട്ട് ബുഡസോനൈഡ് നെബുലൈസർ സസ്പെൻഷനാണ്. ഇത് വന്നിട്ട് ഒരു പാക്കറ്റിൽ 5 എണ്ണം ഉള്ളത്, ഈ 5 എണ്ണം. ഓക്കെ, സിപ്ല ഇത് ജനൌഷധിയുടെ സപ്ലയറാണ്. സിപ്ല ജനൌഷധിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന സസ്പെൻഷനാണ്. ഇത് നമുക്ക് 66 രൂപ വിലയുള്ളൂ. ഇതേ സാധനം അവർ വെളിയിൽ മാർക്കറ്റിൽ വിൽക്കുന്ന 132 രൂപയ്ക്കാണ്. അപ്പോൾ ഏകദേശം ഇരട്ടി വിലയ്ക്കാണ് അവർ വിൽക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രത്യേകത. എല്ലാവരും പറയും ഇതിൻ്റെ ക്വാളിറ്റി വ്യത്യാസം. ഒരിക്കലും മരുന്നിന് നമുക്ക് റേഷനറി പോലെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുത്താൻ പറ്റത്തില്ല. എല്ലാ മരുന്നും NABL ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ്, ലാബിൽ ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് വെളിയിൽ ഇറങ്ങുന്നത്. അത് ജനൌഷധി ഇറക്കിയാലും ഈ സിപ്ല ഇറക്കിയാലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ സിപ്ലയുടെ മരുന്ന് ഇനി ആരാ ക്വാളിറ്റി കുറവെന്ന് പറയുന്നത്? ഈ ജനൌഷധി മെഡിക്കൽ സ്റ്റോറിൽ കൂടെ ലഭിക്കുന്നതെല്ലാം ജനറിക് മരുന്നുകൾ തന്നെയാണ്. അപ്പം അത് മരുന്നിൻ്റെ, അതായത് രാസനാമത്തിൽ പുറത്തിറക്കുന്ന മരുന്നുകളെയാണ് ജനറിക് മരുന്നുകൾ എന്ന് പറയുന്നത്. രാസനാമം നമ്മുടെ നിയമം അനുസരിച്ച് എല്ലാ മരുന്നുകൾക്കും രാസനാമമുണ്ട്. അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു ഓമന പേരിടുന്നതിനെയാണ് നമുക്ക് ബ്രാൻഡഡ് എന്ന് പറയുന്നത്. ബ്രാൻഡഡ് മെഡിസിൻ, അത് ബ്രാൻഡ് നെയിമാണ്. ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് ഒരു കമ്പനി അവരുടെ പ്രോഡക്റ്റിന് വേണ്ടി കൊടുക്കുന്ന പേരാണ്. പക്ഷേ അതിലും ജനറിക് നെയിമുണ്ട്. രാസനാമമില്ലാതെ ഒരു ഡ്രഗ് നമുക്ക് മാർക്കറ്റിൽ ഇറക്കാൻ പറ്റില്ല. അപ്പം അത് ജനറിക് നെയിമിൻ്റെ, ബ്രാൻഡ് നെയിം ഇല്ലാതെ ജനറിക് നെയിം മാത്രമായിട്ട് ബാക്കി ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. അങ്ങനെ ഇറക്കുന്നതിനെയാണ് നമുക്ക് ജനറിക് മരുന്നുകൾ എന്ന് പറയുന്നത്. ഇത്തരം ജനറിക് മരുന്നുകൾ, അതായത് അതിൻ്റെ ആക്ച്വൽ മോളിക്യൂൾ ആ പേരിൽ തന്നെ ഇറങ്ങുന്നു. അത്രയേ ഉള്ളൂ വേരിയേഷൻ. അതിന് ഓമന പേരില്ല, ബ്രാൻഡഡ് നെയിം ഇല്ല.
ഇപ്പോൾ നിൽക്കുന്ന പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രം വെൺപാലവട്ടമാണ്. അതായത് തിരുവനന്തപുരം ജില്ലയിലെ കിംസ് ഹോസ്പിറ്റലിന് സമീപത്തുള്ള ഒരു ജനൌഷധി കേന്ദ്രമാണിത്. ഇപ്പോൾ ഇവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇത് 3 വർഷമായി. കഴിഞ്ഞ 9 വർഷമായിട്ട് ഞാൻ ഈ ജനൌഷധി പരിയോജന, പ്രധാനമന്ത്രി ജനൌഷധി പരിയോജനയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്, ഒരു സംരംഭകനാണ്. ഏകദേശം എൻ്റെ സുഹൃത്ത് വലയത്തിലും ബന്ധുവലയത്തിലും ഏകദേശം ഞങ്ങളൊരു 10ഓളം ജനൌഷധി കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിൽ നടത്തുന്നുണ്ട്. ഏകദേശം 60ഓളം ഫാർമസിസ്റ്റുകൾ അതിൽ ജോലി ചെയ്യുന്നുണ്ട്. ജനൌഷധിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു സെഷനാണ് ഈ ന്യൂട്രീഷണൽ പ്രോഡക്റ്റ് സെഷൻ. ഇത് പ്രമേഹ രോഗികൾക്കുള്ള ഒരു പ്രോട്ടീൻ പൗഡറാണ്. ഇത് പ്രമേഹ രോഗികൾക്കുണ്ടാകുന്ന ക്ഷീണം, അവർക്ക് ഈ ഡയബറ്റിക് ന്യൂറോപ്പതി പെയിന്, അങ്ങനെയുള്ള കോമൺ പ്രശ്നംസ് എല്ലാം ഇവർക്കും ഉണ്ടാകുന്നതാണ്. അതിന് വളരെയേറെ ഉപകാരപ്രദമാണ് ഈ ഡയബറ്റിക് പ്രോട്ടീൻ. ഇതിൻ്റെ ഒരു ഓപ്പൺ മാർക്കറ്റ് വില അറിയാം. ലീഡിംഗ് ബ്രാൻഡ്, ഞാൻ ബ്രാൻഡുകളുടെ പേര് പറയുന്നില്ല, ലീഡിംഗ് ബ്രാൻഡുകൾക്ക് ഏകദേശം ഒരു 1400, 1500 വില വരുന്ന സ്ഥാനത്ത് ഇത് 400 ഗ്രാമിന് വെറും 400 രൂപ വിലയുള്ളൂ. ഇത് നമ്മുടെ ഹൈ പ്രോട്ടീനാണ്. ഇപ്പോൾ കിഡ്നി പേഷ്യൻസിന്, ക്രോണിക് കിഡ്നി ഡിസീസ് ആയിട്ടുള്ള പേഷ്യൻസിന് അവർക്ക് ഒരു കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടീൻ പൗഡറാണിത്. ഹൈ പ്രോട്ടീൻ, അവർക്ക് പ്രോട്ടീൻ്റെ അളവ് ശരീരത്തിൽ കൂടുതൽ ആവശ്യമാണ്. അങ്ങനെയുള്ളവർക്ക് വെളിയിൽ ഏകദേശം ഒരു 1500 രൂപയോളം വില വരുന്ന സാധനം ഇവിടെ 300 രൂപയ്ക്ക് ഹൈ പ്രോട്ടീൻ പൗഡർ ജനൌഷധി സ്റ്റോറുകൾ വഴി ലഭ്യമാണ്. അതേപോലെ തന്നെ പ്രോട്ടീൻ പൗഡർ, സാധാ പ്രോട്ടീൻ പൗഡർ, അതായത് സാധാരണ കുട്ടികൾക്ക് ഉപയോഗിക്കാം, മുതിർന്നവർക്ക് ഉപയോഗിക്കാം, പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രോട്ടീൻ പൗഡറാണിത്. ഇതിൻ്റെ വില 200 രൂപയുള്ളൂ. 200 രൂപയ്ക്ക് ഇത് അവൈലബിൾ ആണ്. ഇത് നമ്മൾ പോഷൻ, ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് പോഷൻ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വാനില ഫ്ലേവറും ഉണ്ട്, ചോക്ലേറ്റ് ഫ്ലേവറും ഉണ്ട്. ഇത് നമ്മുടെ ഹോർലിക്സും ബൂസ്റ്റിനും പകരമായിട്ട് നമ്മുടെ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് വളരെയേറെ യൂസ്ഫുള്ളാണ്. ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഒരേപോലെ ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റാണ്. 175 രൂപയ്ക്കാണ് ഇത് ജനൌഷധി സ്റ്റോറുകൾ വഴി വിൽക്കുന്നത്. ഇതിൻ്റെ ഓപ്പൺ മാർക്കറ്റിലെ വില നമുക്കറിയാം, 350 രൂപ, 400 രൂപയ്ക്കാണ് ഓപ്പൺ മാർക്കറ്റിൽ ഇത് കിട്ടുന്നത്. അതുപോലെ തന്നെ 4-5 പ്രോഡക്റ്റ്സ് കൂടെ വേറെ ഉള്ളത് നമ്മുടെ ഗ്ലൂക്കോസ് പൗഡറുണ്ട്, ജനൌഷധിയുടെ ഗ്ലൂക്കോസ് പൗഡറുണ്ട്. അതുപോലെ തന്നെ വനിതകൾക്ക് ഉപയോഗിക്കേണ്ട പ്രോട്ടീൻ പൗഡറുണ്ട്, ഗർഭിണികൾക്ക് ഉപയോഗിക്കേണ്ട പ്രോട്ടീൻ പൗഡറുണ്ട്, ന്യൂട്രീഷണൽ റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡറുണ്ട്. ഇങ്ങനെയുള്ളൊരു വിശാലമായിട്ടുള്ളൊരു ന്യൂട്രീഷണൽ റേഞ്ച് തന്നെ ജനൌഷധിയിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം നമ്മൾ ഓപ്പൺ മാർക്കറ്റിനെ അപേക്ഷിച്ച് വളരെ വളരെ വിലക്കുറവാണ്. ഏകദേശം 50 മുതൽ 75% വരെ മറ്റുള്ള ബ്രാൻഡുകളെ അപേക്ഷിച്ച് ഇത് വിലക്കുറവാണ്. കോറായിട്ടുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റിൽ യാതൊരു മാറ്റവുമില്ലാതെ തന്നെ ആണ് ജനറിക് മരുന്നുകൾ, മറ്റ് കമ്പനികൾ ഇതേ സാധനം മാനുഫാക്ചർ ചെയ്ത് ഇറക്കുന്നത്. അതിന് രണ്ടിനും ഒരേ തരത്തിലുള്ള സ്പെസിഫിക്കേഷൻസ് തന്നെയാണ് അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റിങ്ങിനെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊന്നും യാതൊരു മാറ്റവും, അത് ബ്രാൻഡഡ് മരുന്നാണ് അല്ലെങ്കിൽ ജനറിക് മരുന്നാണെന്ന് പറഞ്ഞിട്ടൊരു വേരിയേഷൻ അവിടെ ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ല, നിയമപരമാണ്. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾക്ക് വൻകിട മരുന്നു കമ്പനികൾ തീവില ഈടാക്കുമ്പോൾ അതേ ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ 50 മുതൽ 90% വരെ വിലക്കുറവിൽ കേന്ദ്ര സർക്കാർ ജനൌഷധി കേന്ദ്രങ്ങൾ വഴി ലഭ്യമാക്കി വരുന്നു. മരുന്നുകൾക്കായി വൻതുക ചെലവിടേണ്ടി വരുന്ന സാധാരണക്കാർക്ക് ജനൌഷധി കേന്ദ്രങ്ങൾ വലിയൊരാശ്വാസം തന്നെ. ഓരോ മനുഷ്യരും, സാധാരണ മനുഷ്യർക്ക് ഇത്ര വൈഡ് സ്പ്രെഡായിട്ട് അവശത അനുഭവിക്കുന്ന മനുഷ്യരെ നേരിട്ട് ഒരിടനിലക്കാരനുമില്ലാതെ നേരിട്ട് അതിൻ്റെ പ്രയോജനം കിട്ടത്തക്ക വിധത്തിലും ഒരു ജീവിതം ഭദ്രമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രദ്ധാപൂർവമായ ഗവൺമെൻറ്റിൻ്റെ താങ്ങാണ് ഈ പരിപാടി. ജനൌഷധിയുടെ ഔഷധങ്ങൾ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. ഏതാണ്ട് 3-4 വർഷമായിട്ട് ജനൌഷധിയുടെ മരുന്നുകൾ മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ രോഗികൾക്കും ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഈ ജനറിക് നെയിമിലുള്ള ജനൌഷധിയുടെ മരുന്നുകൾ തന്നെയാണ്. ഇതെനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. വേ ബാക്ക് ഇൻ 98 കേരള ആരോഗ്യവകുപ്പിൽ ജനറിക് മരുന്നുകൾ
മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്യാവുള്ളൂ എന്ന് ഡോക്ടർമാർക്കുള്ള നിർദ്ദേശം ആദ്യമായി പുറപ്പെടുവിച്ചത് ഞാനാണ്, എൻ്റെ കാലഘട്ടത്താണ്. നമുക്ക് ജൻ ഔഷധി ബാസ്ക്കറ്റിൽ ഏകദേശം 2200ഓളം മരുന്നുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കുറച്ച് മരുന്നുകൾ ഞാനിപ്പം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇത് വന്നിട്ട് അക്സർ 60 എന്നൊക്കെ വെളിയിൽ ബ്രാൻഡുള്ള മരുന്നാണ്. ടിക്കാഗ്ലോർ 60. ഇത് വന്നിട്ട് നമുക്ക് 10 എണ്ണത്തിൻ്റെ വില 95 രൂപ മാത്രമേ വിലയുള്ളൂ. മറ്റത് വെളിയിൽ വലിയ വിലയാണ്. 14 എണ്ണമുള്ള ഒരു സ്റ്റെപ്പിന് തന്നെ 330 രൂപ 350 രൂപ വിലയുള്ള സാധനമാണ്. നമുക്ക് ഒരു ടാബ്ലറ്റിന് 9 രൂപ 50 പൈസ മാത്രമേ വരുന്നുള്ളൂ. ഇത് നമ്മുടെ മൾട്ടി വൈറ്റമിനാണ്, ജിൻസങ് മൾട്ടി വൈറ്റമിനാണ്. ഇത് 33 രൂപയുള്ള ഒരു സ്റ്റെപ്പിന്, 10 എണ്ണത്തിനുള്ള സ്റ്റെപ്പിന് 33 രൂപ മാത്രമേ വിലയുള്ളൂ മൾട്ടി വൈറ്റമിൻ. ഇത് പാങ്ക്രിയാറ്റിൻ ടാബ്ലറ്റാണ്. ഇത് വെളിയിൽ നല്ല വിലയുള്ള ഒരു മരുന്നാണ്. പാങ്ക്രിയാറ്റിൻ 10,000 എന്ന് പറഞ്ഞിട്ട് നമുക്കിത് 10 എണ്ണത്തിന് 90 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഒരു ടാബ്ലറ്റിന് 9 രൂപയെ വില വരുന്നുള്ളൂ. ഇത് സിറ്റിക്കോലിൻ എന്നുള്ള മരുന്നാണ്. സിറ്റിക്കോലിൻ നമുക്ക് വെളിയിൽ വാങ്ങണമെങ്കിൽ ഏകദേശം 450 രൂപ മുതൽ വിലയുണ്ട്. 450 രൂപ ഉണ്ട്. നമുക്കിത് ഒരു സ്ട്രിപ്പിന് 220 രൂപ മാത്രമേ വിലയുള്ളൂ. ഇത് നിങ്ങളെല്ലാവരും പരസ്യമൊക്കെ കണ്ട് കാണാം. അതിന് മറ്റേ നമ്മുടെ സിഗരറ്റ് വലി ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരസ്യം കണ്ടില്ലേ, അത് വരുന്ന മരുന്നാണ്. നിർമ്മലാണ്, ജൻ ഔഷധി നിർമ്മൽ എന്നാണ് നമ്മുടെ പേര് വരുന്നത്. ഇത് ഒരു സ്ട്രിപ്പിന് 42 രൂപ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വളരെ വെളിയിൽ നല്ല വിലയുള്ള സാധനം. കൊളസ്ട്രോളിനുള്ള മരുന്നാണ്. അറ്റോർവാസ്റ്റാറ്റിൻ എന്നാണ് അതിൻ്റെ ജനറിക് നെയിം. അറ്റോർവാസ്റ്റാറ്റിൻ 10 mg. ഇത് പുറത്ത് പല ബ്രാൻഡുകളും അവൈലബിൾ ആണ്. 70 രൂപ മുതൽ 120 രൂപ വരെ അവൈലബിൾ ആയിട്ടുള്ള മെഡിസിൻസ് വെളിയിലുണ്ട്. ഇത് നമുക്ക് വെറും 8 രൂപ 80 പൈസ, ഏകദേശം 9 രൂപയ്ക്ക് താഴെ മാത്രമേ ഒരു സ്ട്രിപ്പിന് വില വരുന്നുള്ളൂ. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ ശേഷം നമ്മുടെ ബോഡി റിജക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി, ആ ഓർഗൻ റിജക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നാണ് ഇത്. MMF 500 എന്ന് പറയുന്ന മരുന്ന്. ഇത് വെളിയിൽ 650 രൂപയോളം വിലയുള്ളതാണ്. ഞങ്ങൾക്ക് ഒരു സ്റ്റെപ്പിന് 10 എണ്ണം അടങ്ങിയ ഒരു ടാബ്ലറ്റിന് 180 രൂപ മാത്രമേ വിലയുള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ ചെയ്യുന്ന ഒരു സാധനമാണ് ഗ്ലൂക്കോമീറ്റർ. നമുക്ക് ഗ്ലൂക്കോമീറ്റർ ഇത് ലൈഫ് ടൈം വാറണ്ടി ഉള്ളതാണ്. 525 രൂപ മാത്രമേ വിലയുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ 25 സ്റ്റെപ്പ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നീട് തീരുമ്പോൾ 25 സ്റ്റെപ്പ് വാങ്ങാനായിട്ട് നമുക്ക് 225 രൂപ വരുന്നുള്ളൂ. ഇത് ടൂത്ത് പേസ്റ്റാണ്. 45 രൂപ മാത്രമേ ഇതിന് വിലയുള്ളൂ. ഒരുപാട് ക്യാൻസർ പേഷ്യൻറ്റുകൾ ഇവിടെ ജനൌഷധി മരുന്നുകൾ അന്വേഷിച്ച് ഇവിടെ വരാറുണ്ട്. നമുക്കറിയാം ക്യാൻസർ മരുന്നുകൾ പൊതുവേ വില കൂടുതലാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ 27 ഇനം ക്യാൻസർ മരുന്നുകൾക്ക് ഇവിടെ പകുതിയിൽ താഴെ വിലയോ ഉള്ളൂ. ഇവിടെ അത് നമ്മൾ സാധാരണക്കാർ ഒരുപാട് പേര് അന്വേഷിച്ച് ഇവിടെ വരാറുണ്ട്. ചില മരുന്നുകൾക്ക് ഓപ്പൺ മാർക്കറ്റിൽ 10,000 രൂപയാവുന്നത് ഇവിടെ 2,000 രൂപയ്ക്ക് നമുക്കത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതാ നമുക്കിതിൽ നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ വില വ്യത്യാസവും കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 27 പരം ക്യാൻസർ മരുന്നുകൾ വളരെ വിലക്കുറവിൽ ജനൌഷധി സ്റ്റോറുകൾ വഴി ലഭ്യമാണ്. അതിലൊരു മരുന്നാണ് ഇമാറ്റിനിബ് എന്ന് പറയുന്ന ഒരു മരുന്ന്. ഇതിൻ്റെ പ്രത്യേകത, ഈ മരുന്ന് ഓപ്പൺ മാർക്കറ്റിൽ 4,000 രൂപയോളം വില വരുന്നുണ്ട്. ഇവിടെ അത് 380 രൂപയ്ക്ക്, 10 എണ്ണത്തിന് 380 രൂപയ്ക്ക് സാധാരണക്കാർക്ക് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. ഞാൻ നിയർലി 1 year ആയിട്ട് ന്യൂറോ മെഡിസിൻസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത് ഇവിടെ നിന്ന് തന്നെ മേടിക്കുന്നത്. പുറത്തുനിന്ന് മേടിക്കുന്നതിനെക്കാട്ടിൽ കമ്പാരിറ്റീവ്ലി പ്രൈസ് വേരിയേഷൻ നന്നായിട്ടുണ്ട്. സാധാരണക്കാർക്ക് തീർച്ചയായിട്ടും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സംരംഭം തന്നെയാണ്. ജനൌഷധി മെഡിസിൻസ് കൂടുതലും വരുന്നത് അതിൻ്റെ കെമിക്കൽ നെയിമാണ്. ഒരു പ്രത്യേകിച്ചൊരു ബ്രാൻഡ് നെയിം ഇല്ലാത്തത് കൊണ്ട് പലർക്കും സംശയമാണ്. ഈ മെഡിസിൻസ് ഡോക്ടർ എഴുതി അതേ മരുന്ന് തന്നെയാണോ ഇത് എന്നുള്ളൊരു സംശയം മിക്ക ആൾക്കാർക്കും ഉണ്ടാവാറുണ്ട്. നമ്മൾ തന്നെ എല്ലാം പറഞ്ഞ് 2 മെഡിസിൻസ് സെയിം ആണ്, ഡോക്ടർ എഴുതുന്നൊരു ബ്രാൻഡാണ്, ആ ബ്രാൻഡ് കണ്ടൻറ്റിൻ്റെ പേരിൽ മാത്രമേ ഗവൺമെൻറ് സപ്ലൈയിൽ വരുന്ന ജനൌഷധി മെഡിസിൻസ് വരുന്നുള്ളൂ എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇപ്പം ഏകദേശം ഒരു 90% ആൾക്കാർക്കും ഇപ്പോൾ ജനൌഷധി മെഡിസിൻസ് അല്ലെങ്കിൽ ജനൌഷധി പ്രധാനമന്ത്രി ജനൌഷധി കേന്ദ്രം എന്താണെന്നുള്ളതിനെ പറ്റി നല്ലൊരു അവബോധം എല്ലാവർക്കും ഉണ്ട്. ഇപ്പം നല്ല രീതിയിൽ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നുമുണ്ട്. പ്രധാനമന്ത്രിയുടെ ഈ യോജന തുടങ്ങിയത് പ്രകാരം ഏകദേശമുള്ള അസുഖങ്ങളുടെ മരുന്നും ഇവിടെ നമുക്ക് നോമിനലായിട്ടുള്ള എന്ന് വെച്ചാൽ വളരെ വില കുറച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ വാങ്ങിക്കുന്ന മരുന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 4,000-5,000 രൂപയാവും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ 1,000-ന് താഴെ വരുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ കണക്ക് കൂട്ടൽ. ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനൌഷധി കേന്ദ്രങ്ങളുണ്ട്.
കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ ബ്രാൻഡഡ് ഡ്രഗുകൾക്ക് അമിതമായ വില ഈടാക്കുന്ന ഈ കാലഘട്ടത്തിൽ ജനൌഷധിയുടെ ഈ സംരംഭം തീർച്ചയായിട്ടും ഒരു അനുഗ്രഹം തന്നെയാണ്. ജീവൻ രക്ഷാ ഔഷധങ്ങൾ ഉൾപ്പെടെ ഈ മരുന്ന് ശൃംഖലയിൽ കൂടി വിതരണം ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ന്യൂവർ ഇൻസുലിൻസ് ആണ്. അതിന് മാർക്കറ്റിൽ 4,000 രൂപ വില ഉണ്ടായിരുന്നത് ഞാൻ ജനൌഷധി മുഖേന വാങ്ങുമ്പോൾ എനിക്കൊരു 3,000 രൂപയ്ക്ക് താഴെ 5 വയൽ ലഭിക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഏതാണ്ട് 2,000 രൂപയുടെ വ്യത്യാസങ്ങൾ ഇതുണ്ട്. ഡ്രഗ്സ് ഇൻസ്പെക്ടർമാർ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ട് പരിശോധനകൾ, അതായത് ജനറിക് മരുന്നുകളുടെയും ബ്രാൻഡഡ് മരുന്നുകളുടെയും സാമ്പിളുകൾ കൃത്യമായിട്ട് അവരത് ശേഖരിക്കുകയും അത് ടെസ്റ്റിങ്ങിന് അയച്ച് ഗവൺമെൻറ് അനലിസ്റ്റുമാരത് ടെസ്റ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഈ പറയുന്ന പോലെ ജനറിക് മരുന്നുകളാണ് കൂടുതൽ നോട്ട് സ്റ്റാൻഡേർഡ് ആകുന്നു എന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതിൻ്റെ തോതെല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഗുണനിലവാര പരിശോധനയിൽ ഇതിലൊന്നും വേരിയേഷൻ ഒട്ടും തന്നെയില്ല. ഇതിൻ്റെ അവൈലബിലിറ്റി ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തേണ്ടതാണ്. ജനറിക് മരുന്നുകൾ പരിപോഷിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നതുമൊക്കെ നമ്മുടെ കൺട്രിക്ക് ആവശ്യമാണ്. ആരോഗ്യമേഖലയിൽ വലിയ തോതിൽ ഇതൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതിനകത്ത് എപ്പോഴും ഒരു കോസ്റ്റ് ഫാക്ടറുണ്ട്, എഫിക്കസി ഉണ്ട്. ഇത് രണ്ടും കൂടെ സമന്വയമായിട്ട് കൂട്ടിയോജിപ്പിക്കാൻ പറ്റുന്ന ഒരു ശൃംഖലയാണ് ജനൌഷധി നയം. തീർച്ചയായിട്ടും ഞാൻ ഒരു ഡോക്ടർ എന്ന രീതിയിൽ, ഒരു സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ എന്ന രീതിയിൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മരുന്ന് ശൃംഖലയാണ് ജനൌഷധി മരുന്നുശാലകൾ. ദീർഘകാലം വേണ്ടി വരുന്ന മരുന്നുകൾ, ഇപ്പോൾ ഹൈപ്പർ ടെൻഷനായാലും ഡയബറ്റീസിനാണെങ്കിലും അതുപോലെ തന്നെ കൊളസ്ട്രോളിനാണെങ്കിലും അങ്ങനെയൊക്കെ ഇതര രോഗങ്ങൾക്ക് ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്ന മരുന്നുകൾ വലിയ വില കൊടുത്ത് വാങ്ങേണ്ട ഒരു ദുര്യോഗമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പം എല്ലാ രോഗികൾക്കും ഏതാണ്ട് അവരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ തന്നെ മരുന്ന് മുടക്കം കൂടാതെ ലഭിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പ്രധാനമന്ത്രി ജനൌഷധി കേന്ദ്രങ്ങൾ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇതെല്ലാം ഞങ്ങളുടെ സ്റ്റാഫുകളാണ്. രാവിലത്തെ മോർണിംഗ് ഷിഫ്റ്റിലുള്ളവരാണ്. ഞങ്ങൾക്കിവിടെ 20 സ്റ്റാഫുണ്ട്. ഇവരെല്ലാം DPharm കഴിഞ്ഞവരുണ്ട്, BPharm കഴിഞ്ഞവരുണ്ട്, MPharm കഴിഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ജോലി ചെയ്തുകൊണ്ട് ഒരു MPharmന് വേണ്ടി തയ്യാറെടുക്കുന്നവരുണ്ട്, പല PSCക്ക് വേണ്ടി പഠിക്കുന്നവരുണ്ട്. അങ്ങനെ നിരവധി ആൾക്കാർക്ക് ഒരു തൊഴിൽ ലഭ്യമാക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ ഞങ്ങൾക്ക് ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. മറ്റു മെഡിക്കൽ സ്റ്റോറുകളിൽ ലഭിക്കുന്ന അതേ ഗുണനിലവാരമുള്ള ബ്രാൻഡഡ് മരുന്നുകളാണ് പാതി വിലയ്ക്ക് ജനറിക് നാമത്തിൽ ജനൌഷധി മെഡിക്കൽ സ്റ്റോറുകൾ വഴി ലഭിക്കുന്നത്. ജനറിക് മരുന്നുകളെക്കുറിച്ചുള്ള അവബോധം കൂടിയതോടെ ധാരാളം പേർ ജനൌഷധി മെഡിക്കൽ സ്റ്റോറുകളെ ആശ്രയിച്ചു തുടങ്ങി. ഇന്ന് കേരളത്തിൽ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ കേന്ദ്ര സർക്കാർ ജനൌഷധി കേന്ദ്രങ്ങൾ അനുവദിച്ചു വരികയാണ്. നിങ്ങൾക്കും ഒരു സംരംഭം എന്ന നിലയിൽ ജനൌഷധി കേന്ദ്രങ്ങൾ തുടങ്ങാവുന്നതാണ്. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലോബലി ജനറിക് മരുന്നുകളുടെ ഒരു ഹബ്ബാണ്. ലോകത്താകമാനം ആവശ്യമുള്ളതിൻ്റെ 20% ജനറിക് മരുന്ന് മാനുഫാക്ചർ ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. 200ഓളം കൺട്രീസിൽ ജനറിക് മരുന്നുകൾ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ വോളിയം എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ 3ാമത്തെ സ്ഥാനമാണ് ലോകത്താകമാനം. മരുന്നുൽപാദനത്തിൽ 3ാം സ്ഥാനം ഇന്ത്യക്കാണ്. അമേരിക്കയിൽ പോലും 90%-ലധികം മരുന്നുകളും ജനറിക് മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. എനിക്കിങ്ങനെ ഒരു പദ്ധതി ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് പതിവ് പോലെ 2,500 രൂപയുടെ മരുന്ന് വാങ്ങിക്കാൻ പോയപ്പോഴാണ് എൻ്റെ മകളെ എന്നെ ഉപദേശിച്ചത്. ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോഴേക്കും സാധാരണ ഉള്ളതിൻ്റെ പകുതിക്ക് താഴെ വില വരുള്ളൂ. വളരെ ആശ്വാസകരമാണ്. എന്നും ഓർമ്മിക്കുന്ന ഒരു പദ്ധതിയാണ്. നമുക്കറിയാം, ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ വളരെയേറെ വർദ്ധിച്ചു വരുന്നൊരു സമയമാണ്. നമുക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കാരണം ഒരുപാട് പേര് ഇവിടെ മരുന്ന് വാങ്ങാൻ വേണ്ടി വരുന്നുണ്ട്. അവർക്ക് വളരെയേറെ ഉപകാരപ്രദമാണ് നമ്മുടെ കാർഡിയാക് സെഗ്മെൻറ്റ് ഡ്രഗ്സ്.
അതായത് അതിൽ ഏകദേശം 100ന് മുകളിലുള്ള മരുന്നുകളുണ്ട്. വളരെ 50% താഴെ വിലയേ വരുന്നുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് എടുത്തു പറയാത്ത രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടിക്കാഗ്ലാർ 90 എന്ന് പറയുന്ന ഒരു മരുന്നാണ്. അത് ഓപ്പൺ മാർക്കറ്റിൽ 10 എണ്ണത്തിന് 400 രൂപയ്ക്ക് മുകളിൽ വില വരുന്നുണ്ട്. പക്ഷേ അത് ജനൌഷധിയിൽ അത് വരുമ്പോൾ 140 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ക്ലോപ്പിഡോഗ്രൽ അറ്റോസ്റ്റാറ്റിൻ ഓപ്പൺ മാർക്കറ്റിൽ 300 രൂപയ്ക്ക് മുകളിലാണ് അതിൻ്റെ വില. ഇവിടെ അത് നമുക്ക് 30 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ കൊളസ്ട്രോൾ കഴിക്കുന്ന റോസ്വാസ്റ്റാറ്റിനായാലും അറ്റോസ്റ്റാറ്റിനായാലും അങ്ങനെ കുറച്ച് മരുന്നുകളുണ്ട്. ക്ലോപ്പിഡോഗ്രൽ, ഷുഗറിന് കഴിക്കുന്ന ഗ്ലിമിപ്രൈഡ് മെറ്റ്ഫോർമിൻ കോമ്പിനേഷൻസ്, ഗ്ലിപ്റ്റിൻസ്, ഇങ്ങനെയുള്ള മരുന്നുകളെല്ലാം നമുക്ക് 50 മുതൽ 90% വരെ വിലക്കുറവിലാണ് നമുക്കിവിടെ ജനൌഷധി കേന്ദ്രങ്ങൾ വഴി ലഭിക്കുന്നത്. ഇത് പ്രമേഹത്തിനായിട്ടുള്ള ഗ്ലിമിപ്രൈഡ് 1 മില്ലിഗ്രാം. ജനൌഷധി ഷോപ്പുകളിൽ ഇതിന് ഒരു സ്ട്രിപ്പിന്, അതായത് 10 ഗുളികയ്ക്ക് വില വരുന്നത് 4 രൂപ 40 പൈസയാണ്. എന്നാൽ ഇതേ മരുന്ന് ഒരു ബ്രാൻഡിൻ്റെ കീഴിൽ വരുമ്പോഴത്തേക്കും ഒരു സ്ട്രിപ്പിന് വില വരുന്നത് 100 രൂപയാണ്. ഈ മെഡിസിൻ അസറ്റൈൽ 16 ജനറലി ആസ്മാറ്റിക് പേഷ്യൻസിന് കൊടുക്കുന്നതാണ്. നമ്മുടെ ഷോപ്പിൽ കൂടുതലായിട്ട് പോകുന്നതാണ്. കമ്പാരിറ്റീവ് ടു ബ്രാൻഡഡ് ആയിട്ടുള്ള മെഡിസിൻ വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് 133 ആണ് 10 മെഡിസിന് വരുന്നത്. പുറത്തൊക്കെ ആണെങ്കിൽ 300 എബോവ് വരുന്നുണ്ട്. ഇത് ആൽഫ കീറ്റ അനലോഗ് എന്ന് പറയുന്ന ഒരു ക്രോണിക് കിഡ്നി ഡിസീസിന് യൂസ് ചെയ്യുന്ന മെഡിസിനാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് പുറത്ത് ബ്രാൻഡഡ് എന്നൊക്കെ പറയുമ്പോൾ 600-700 രൂപ അടുപ്പിച്ച് വരും. ഇതിവിടെ നമുക്ക് 80 രൂപയ്ക്കാണ് ലഭിക്കുന്നത്. എനിക്കൊരു 13,000-14,000 രൂപ ഒരു മാസം മരുന്നിന് വേണ്ട വരും. ആ സെയിം മെഡിസിൻസ് ഞാൻ ഇവിടുന്ന് ഒരു 4,000-5,000 രൂപ ആ ലെവലില്ല. എൻ്റെ ഫിസീഷ്യൻ ഡോക്ടർ ലൂക്കോസ് ജോൺസനാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പോയി ചോദിച്ചു, ഇങ്ങനെ ഉപയോഗിക്കാമോ, വാങ്ങിക്കാമോ, എങ്ങനെയുണ്ടോ, നമ്മുടെ ഫിസീഷ്യൻ അറിയണമല്ലോ. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നല്ല മെഡിസിൻസാണ്, ഉറപ്പിച്ച് ധൈര്യമായിട്ട് തന്നെ ഉപയോഗിക്കാം. സ്ത്രീകളുടെ വേണ്ടി ഈ ജനൌഷധി നാപ്കിൻ, സുവിധ എന്ന് പറയുന്ന നാപ്കിൻ, 1 രൂപ നിരക്കിൽ ലഭിക്കുന്ന നാപ്കിൻ, അത് വളരെ പ്രയോജനമാണ്. ഇത് പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഈ പദ്ധതി കേരളത്തിലും ഭാരതത്തിലും ഒരു അഭിമാനകരമായ ഒരു പദ്ധതിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ജനൌഷധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഇന്ത്യയിൽ ഉള്ള ഒരു പദ്ധതികളിൽ ഏറ്റവും മെച്ചപ്പെട്ട പദ്ധതിയാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം സ്വന്തം അനുഭവത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. കാരണം പണ്ട് 5,000 രൂപയ്ക്ക് ഞാൻ ഫാർമസിയിൽ പോയി എൻ്റെ വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് മരുന്നുകളൊക്കെ എനിക്കൊരു 1000 രൂപയിൽ താഴ്ന്ന് കിട്ടുമെന്ന് പറയുമ്പം എൻ്റെ ബഡ്ജറ്റിനുപരിയായിട്ട് സാധാരണക്കാരന് അപ്രാപ്യമായിരുന്നു ആ മരുന്നുകളും ആപ്പും. ഇത് ഇപ്പോൾ നമുക്ക് ഇതിലൂടെ കിട്ടുമെന്ന് പറയുന്നു. അത് ചെറിയ കേസല്ല. നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ഈ മാറിവരുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് ദീർഘകാലം മരുന്നുകൾ വേണ്ടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജനൌഷധി മരുന്നുകൾ ഒരു വലിയ അനുഗ്രഹവും മുതൽക്കൂട്ടുമായിരിക്കും. അത് വാങ്ങി ഉപയോഗിക്കുന്നതിൽ യാതൊരുവിധ സങ്കോചം വേണ്ട. അതിൻ്റെ എഫിക്കസിയെപ്പറ്റി യാതൊരു സംശയവും വേണ്ട. തുടങ്ങിയ സമയം മുതൽ ഞാൻ ഇവിടെ നിന്നാണ് മെഡിസിൻ വാങ്ങിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ എല്ലാം മെഡിസിനും ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. ഏറ്റവും വില കുറഞ്ഞ രീതിയിലാണ് ഈ മെഡിസിൻ ഇവിടെ നിന്ന് കിട്ടുന്നത്. സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് ഏറ്റവും ഉപയോഗപ്പെടുന്ന ഒരു മെഡിക്കൽ സ്റ്റോറാണിത്. ഇത് ഓർഗൻസ് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ പേഷ്യൻസിന് ഉപയോഗിക്കേണ്ട ഒരു മരുന്നാണ് മൈക്കോഫിനോലേറ്റ്. ഇത് ജനൌഷധിയിൽ ഇപ്പം അവൈലബിൾ ആയി തുടങ്ങിയിട്ട് 2 വർഷത്തിലേറെയായി. ഇത് ഓപ്പൺ മാർക്കറ്റിൽ 800 മുതൽ 1,600 രൂപ വരെയാണ് ലീഡിങ് കമ്പനീസിൻ്റെ വില, ഈ മരുന്നിൻ്റെ വില. ഇതിവിടെ ജനൌഷധി സ്റ്റോറിൽ 180 രൂപയ്ക്ക് ഇത് കിട്ടും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഓപ്പൺ മാർക്കറ്റിൽ മാനുഫാക്ചർ ചെയ്യുന്ന അതേ കമ്പനികൾ തന്നെയാണ് ജനൌഷധിക്ക് മാനുഫാക്ചർ ചെയ്ത് ഇത് നൽകുന്നത്. ഇതിൻ്റെ ക്വാളിറ്റിയിലോ ഗുണത്തിലോ ഒന്നും ഒരു വ്യത്യാസമില്ല. ജനൌഷധിയിൽ വളരെയേറെ വില വ്യത്യാസം വരുന്ന ഒരു ബ്രാൻഡാണ് ബേബി ഡയപ്പേഴ്സ്. നമുക്കറിയാം, സാധാരണ കുട്ടികൾക്ക് ഇതില്ലാതെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നുള്ളത്. ഇത് വളരെ മാർക്കറ്റിലിപ്പം 200 രൂപ വില വരുന്നത് നമുക്ക് ഇവിടെ 100 രൂപയ്ക്ക് താഴെ വരുന്നുള്ളൂ. ഇതിൻ്റെ എല്ലാ സൈസും മീഡിയം, ലാർജ്, എക്സൽ തുടങ്ങിയ ഡയപ്പറുകൾ കിട്ടുന്നതാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ബയോ ഫ്രണ്ട്ലിയാണ്. പാലിയേറ്റീവ് പേഷ്യൻസിന് വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഇതാണ് അഡൽട്ട് ഡയപ്പേഴ്സ്. ഇതിൽ നമുക്ക് എല്ലാ ഇതും വരുന്നുണ്ട്. എക്സൽ വരുന്നുണ്ട്, ലാർജ്, മീഡിയം വരുന്നുണ്ട്. ഇതിൻ്റെ വില വളരെ കുറവാണ്. 10 എണ്ണത്തിൻ്റെ പീസിന് ഓപ്പൺ മാർക്കറ്റിനെ അപേക്ഷിച്ച് ഏകദേശം ഒരു 300 രൂപയുടെ വില വ്യത്യാസം ഈ ഒരു പീസിന് വരുന്നുണ്ട്. സാമ്പത്തികമായിട്ട് താഴേക്കിടയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇതുപോലെയുള്ള പദ്ധതികളാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ നാടിന് ആവശ്യം. ഇപ്പോൾ കേരളത്തിൽ ഏകദേശം
1400ഓളം ജനൌഷധി കേന്ദ്രങ്ങൾ ഇപ്പോൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അത് 2000-ലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് പരിശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് ഏകദേശം 100ഓളം ജനൌഷധി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മരുന്നുകളെല്ലാം ജനറിക് നെയിമിലാണ്. അതായത് അതിൻ്റെ രാസനാമത്തിൽ തന്നെ കെമിക്കൽ കോമ്പിനേഷനിൽ തന്നെയാണ് ഈ മരുന്നുകൾ വിതരണം ചെയ്യുന്നതും. സാധാരണ ജനങ്ങളുടെ പോക്കറ്റ് കാലിയാകാതെ അവരുടെ രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ നമുക്ക് സഹായകരമായിട്ടുള്ളൊരു ഔഷധ നയം തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ജനൌഷധി നയം. ഇൻ്റർനെറ്റൊക്കെ ഇത്രയും ഫെമിലിയർ ആയിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് മരുന്നുകൾ ഇപ്പം ഒരു ബ്രാൻഡ് വന്നു കഴിഞ്ഞാൽ അതിനെ കൺവേർട്ട് ചെയ്ത് ജനറിക് ആക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും, എല്ലാവരും മൊബൈൽ ഉപയോഗിക്കാത്ത ഇപ്പോൾ ആരുമില്ലല്ലോ. അപ്പം മൊബൈലിൽ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൂഗിളിൽ ആ ബ്രാൻഡ് നെയിം അടിച്ചു കഴിഞ്ഞാൽ ജനറിക് നെയിം അതിൻ്റെ അവിടെ തന്നെ കാണുന്നത്. ജനൌഷധിയിൽ വരുന്ന ആൾക്കാരെല്ലാം ജനറിക് നെയിം എഴുതിക്കൊണ്ടാണ് വരുന്നത്. ബ്രാൻഡ് നെയിം ഡോക്ടർ എഴുതി കൊടുക്കുന്നതിൻ്റെ അടുത്ത് അവർ വേറൊരു പേപ്പറിൽ ജനറിക് നെയിം എഴുതിക്കൊണ്ടാണ് വരുന്നത്. അത്രയ്ക്ക് ജനങ്ങൾ മാറി തുടങ്ങി. ജനൌഷധി കേന്ദ്രങ്ങൾ സെർച്ച് ചെയ്യാനും മരുന്നുകൾ നമ്മുടെ പ്രൊഡക്ട്സ് എന്തൊക്കെ സെർച്ച് ചെയ്യാനും നമുക്ക് സുഖം എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, ജനൌഷധി സുഖം. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ജനൌഷധി നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. മെഡിസിൻസ് നമുക്ക് അതേപോലെ ബ്രാൻഡിനെ ജനറിക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആ ജനറിക് മരുന്ന് ഏതൊക്കെയാണ് നമ്മുടെ ബാസ്ക്കറ്റിലുള്ളതെന്നും അതിൻ്റെ വിലയും നമുക്കറിയാൻ പറ്റും. ഓക്കെ, അത് സുഖം SUGAM എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പുണ്ട്. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് അനുസരിച്ച് ഒരു മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ ഉള്ളതിൽ നിന്ന് വിഭിന്നമായിട്ട് വേറൊരു പ്രോഡക്റ്റ് കൊടുക്കാൻ പാടില്ല എന്ന് നിയമമുണ്ട്. എന്നാൽ ഈ പറയുന്ന പോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇപ്പോൾ അതേ മോളിക്യൂളാണെങ്കിൽ ഏത് ബ്രാൻഡാണെങ്കിലും അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് കൊടുക്കാനുള്ള ഒരു മാറ്റവും കൂടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ജനറിക് മരുന്നുകൾ അങ്ങനെ പോയി വാങ്ങുന്നതിൽ ഒരു തകരാറുമില്ല. എനിക്ക് ഇവിടുത്തെ സാധാരണ ജനങ്ങളോട്, പൊതുജനങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും അതാത് ഏരിയയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തെ പ്രധാനമന്ത്രി ജനൌഷധി കേന്ദ്രങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ പോക്കറ്റ് കൊള്ളയടിക്കുന്നത് നമ്മൾ നിർത്തുക. അപ്പോൾ ജനൌഷധി കേന്ദ്രങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മാസം മരുന്നിന് വേണ്ടി ചിലവാക്കുന്ന ബഡ്ജറ്റ് നമുക്ക് വളരെയധികം കുറച്ച്, ഏകദേശം 50%, 90% വരെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. കൂടുതൽ മരുന്നുകളും ശസ്ത്രക്രിയ ഇംപ്ലാന്റുകളുമൊക്കെ ജനൌഷധി മെഡിക്കൽ സ്റ്റോറുകൾ വഴി ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ നടപടി തുടങ്ങിക്കഴിഞ്ഞു. വൻകിട മരുന്ന് കമ്പനികൾക്ക് വഴങ്ങാതെ സാധാരണക്കാർക്ക് വേണ്ടി ജനൌഷധി മരുന്നുകൾ കുറിച്ചു നൽകാൻ കൂടുതൽ ഡോക്ടർമാർ മുന്നോട്ട് വന്നു തുടങ്ങി എന്നതും ശുഭകരമായ കാര്യം തന്നെ. തൊട്ടടുത്തുള്ള ജനൌഷധി കേന്ദ്രങ്ങളുടെ സേവനം നാം ഓരോരുത്തരും പരമാവധി പ്രയോജനപ്പെടുത്തുക. ജനക്ഷേമത്തിൻ്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. മറ്റൊരു ജനകീയ പദ്ധതിയുടെ വിശദാംശവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്തേ.